No, you go. ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഫിലിം തിയേറ്ററിലെ റെസ്പോൺസ് ഫസ്റ്റ് ഞാൻ അങ്ങനെ അറിയുന്നത്. നേരത്തെ കരക്കാരുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പം അതിന്റെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഇന്ന് രാവിലെ വനിത തിയേറ്ററിലുള്ള ഒരു മാഡ്നസും പിന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് പറയുമ്പോൾ പ്രായമുള്ള ആൾക്കാർ വരെ ഓടി വന്നിട്ട് എന്താണ് എൻഡിങ് ഭയങ്കര അപ്പൊ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ്. നമുക്ക് എന്താണ് ഒരു മൊത്തം ഒരു ടെൻഷനും ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവസാനത്തേക്ക് എത്തുമ്പോൾ ആ ഒരു എല്ലാവരും ഒരു ഹാർട്ട് വാമിംഗ് മൂവ്മെന്റ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഭയങ്കര റെസ്പോൺസ് ആണ് ആദ്യത്തെ ദിവസം തന്നെ കിട്ടുന്നത്. വളരെ നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷൻസ് ഭയങ്കരമായിട്ട് എക്സീഡ് ചെയ്തു. സോ വി ആർ ഓൾ ഹാപ്പി. അതായത് നല്ല സിനിമ ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനു മുമ്പും ഇതേപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും ഇങ്ങനെ റെസ്പോൺസ് കിട്ടുമ്പോൾ പിന്നെയും നമ്മൾ ഹമ്പിൾഡ് ആവും. സോ എനിക്ക് എപ്പോഴും പറയാനുള്ളത് പ്രേക്ഷകരോട് നന്ദിയാണ്. കാര്യം എന്തൊക്കെ തന്നെ നടന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും എപ്പോഴും നിങ്ങൾ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അതേപോലെ ഐ റിയലി മിസ് ഉർവശി ചേച്ചി ടുഡേ. ചേച്ചി വിളിച്ചിരുന്നു, കുറെ നേരം സംസാരിച്ചു. ചേച്ചി ഭയങ്കര ഹാപ്പിയാണ്. ചേച്ചി ഇനിയും ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ചേച്ചി ഒന്നും കൂടെ വിളിച്ച് സംസാരിക്കണം. ചേച്ചി ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് I can't imagine this movie without her. പിന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് തന്ന ക്രിസ്റ്റോനോട് ഐ ഹാവ് ടു സേ താങ്ക് യു അഗൈൻ. പിന്നെ അഫ്കോഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള കിരൺ ദാസ്, ഷെനാദ്, സുഷിൻ, ധന്യ, ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ്. പിന്നെ ബാബ സാറിന്റെ ആർട്ട് ഡയറക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ആവുന്നത്. സോ ഐ വോണ്ട് ടു താങ്ക് ഓൾ മൈ ക്രൂ മെമ്പേഴ്സ്, അവർ ക്രൂ മെമ്പേഴ്സ്, സോറി. ആൻഡ് താങ്ക്സ് ടു ഓൾ ഓഫ് യു ഫോർ ഫോളോയിങ് അസ്, യുവർ ഫോൺസ് ആൻഡ് നമ്മളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിന് നന്ദി. താങ്ക് യു. ചേച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ അല്ലാതെ അപ്പൊ എങ്ങനെയാണ് പാർവതിയിലേക്ക് എത്തിയത്? ഇല്ല, കഥ ആദ്യം ആലോചിച്ച പാർട്ടിയെ പറ്റിയാണ് ആലോചിച്ചത്. സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പാർട്ടിയുടെ അടുത്ത് തന്നെയാണ് ആദ്യം എത്തിയത്. എന്ത് ലക്കിയല്ലേ അങ്ങനെ ആലോചിക്കുമ്പോൾ. റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് ആദ്യം നമ്മളെ പറ്റി ചിന്തിക്കുന്നു എന്ന് പറയുന്നതൊക്കെ എക്കാലത്തും ഭാഗ്യമാണ്. അത് എപ്പോ വേണമെങ്കിലും പോവാവുന്നതാണ്, എപ്പോ വേണമെങ്കിലും അത് നിൽക്കാം. Actors are just waiting to be chosen. അപ്പോൾ വേദയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സോഷ്യൽ അവയർനെസ് ഒരു ടോപ്പിക് എടുത്ത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് വരുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട്. അപ്പൊ അത് അങ്ങനെ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണമല്ല, അതിനിടയ്ക്ക് സ്ക്രിപ്റ്റ് അങ്ങനെ നോക്കുന്നുണ്ടോ? എല്ലാ സ്ക്രിപ്റ്റ് വരുമ്പോഴും ഞാൻ അത് നോക്കലുണ്ട്. അത് നോക്കിയിട്ട് കണ്ടുപിടിക്കലല്ല, അതിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിലല്ല സംവിധായകന്റെ ആ വിഷനുമായിട്ട് അതിനോടൊരു ന്യായം പുലർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അത് എത്ര ശ്രമിച്ചാൽ തന്നെ. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു സംഭവം വന്നു വീട്ടിൽ. അത് സക്സസ് ആണെങ്കിലും സോ കോൾ സക്സസ് അല്ലാതെ പോകുന്നതാണെങ്കിലും ഒരു 100% വിശ്വാസത്തിൽ നിൽക്കുന്ന ഡയറക്ടർ നിൽക്കുമ്പോൾ നമ്മൾ 100% തന്നെ ചേരണം എന്നാണ്. താങ്ക് യു. ഇറങ്ങട്ടെ ഞാൻ.